Good morning. Good morning, everyone. Good morning. വരൂ നമുക്കിനി കുറച്ച് ഫിസിക്സ് പഠിക്കാം. വരൂ നമുക്കിനി കുറച്ച് ഫിസിക്സ് പഠിക്കാം. നമ്മൾ കുറച്ച് ഫിസിക്സ് പഠിച്ചു ഇല്ലയോ? എല്ലാവരും ഫ്രഷായി ബുക്കൊക്കെ എടുത്ത് എനർജറ്റിക് ആയിട്ടിരി. നമ്മൾ ഇത്രയും പഠിച്ചില്ല, നമുക്ക് അവർക്ക് കൂടെ പഠിക്കാം. നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നോർത്ത് നോക്കിയേ, ബുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. ചാർജിനെ പറ്റി പഠിച്ചു, എങ്ങനെ ബോഡി ചാർജ് ചെയ്യാമെന്ന് പഠിച്ചു. ഇത് കഴിഞ്ഞിട്ട് കൂളംസ് ലോ പഠിച്ചു. കറക്റ്റ്. എന്തായിരുന്നു കൂളംസ് ലോ? ടു ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. ഇറ്റ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്, ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ചാർജ്. ക്ലിയർ ആണോ? ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പഠിച്ചു, വെക്ടർ ഫോം ഓഫ് കൂളം ലോ പഠിച്ചു. ഇത്രയൊക്കെ ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ ബാക്കി ക്ലിയർ ആക്കുന്നതിന് ഞാനിട്ട് പേടിക്കണം കേട്ടോ. അത്രയും ക്ലിയർ ആണെങ്കിൽ ബാക്കി നമുക്ക് ക്ലിയർ ആക്കാം, നിങ്ങൾ പേടിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് എന്തായാലും പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയായിരുന്നു സാറൊന്ന് എന്തായിരിക്കും എടുക്കാൻ പോകുന്നത്? ആരെങ്കിലും? നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡൈപോൾ എന്ന് പറയുന്നത്. ഡൈപോൾ സിമ്പിളാണ്, വേറെ പാടൊന്നുമില്ല, സിമ്പിളാണ്. ഡൈപോൾ പേര് പേടിക്കൊന്നുമില്ല. നമ്മൾ ചാർജസിനെ പറ്റി പഠിച്ചില്ലേ? അപ്പോൾ ഡൈപോൾ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ദാറ്റ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് ഡൈപോൾ. എന്തെങ്കിലും പുതിയ കാര്യമുണ്ടോ? ഇസ് ദർ എനിത്തിങ് ന്യൂ ഇൻ ദാറ്റ്? നോ, റൈറ്റ്? ടു ഈക്വൽ and opposite charges separated by small distance is called, that arrangement is called dipole. Clear on now? Two equal, so means magnitude wise it is same. I have a minus charge. Magnitude wise it should be equal, but sign wise it should be opposite. Plus two equal and opposite charges separated by small distance, that is called dipole. ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മൾ ഫിസിക്സ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് these two charges are separated by a small distance. That distance I am taking 2L. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാ സാറേ 2L എടുത്ത് എല്ലാം എടുത്താൽ പോരായിരുന്നു ചോദിക്കത്തില്ലേ? അതെന്തിനാണെന്ന് നമുക്ക് വഴിയേ പറയാം. അത് ഒരു ട്രിക്കാണ്. എല്ലാം എടുക്കുന്നതിന് പകരം 2L എടുത്ത് എന്തിനാണ് നമ്മൾ ട്രിക്ക്, അത് നമ്മൾ വഴിയേ പറയും. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കും എന്തിനാണ് അങ്ങനെ എടുത്തത്. ഓക്കെ? അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പഠിച്ചാൽ ചാർജ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ഫോഴ്സ് ഉണ്ടാവില്ല. ഫോഴ്സിൻ്റെ റീസൺ ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡാണ്. ഇമാജിനറി റീജിയനിൽ അതിങ്ങനെ ഫീൽഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഫീൽഡ് ലൈൻസ് ഉണ്ടാകും. അപ്പോൾ എനിക്ക് ഈ ഒരു അറേഞ്ച്മെന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് പഠിക്കണം. I have to study the electric field of this arrangement around this region. Right? So I am splitting this region into one is axial point, another one is equatorial point. One is axial point, second one equatorial point. Right? This should be axial, this should be equatorial. Equatorial means perpendicular to dipole length. ഇത് ക്ലിയർ ആണോ? അതിനു മുമ്പ് to study about this dipole quantities, we are defining a physical quantity related with dipole. Dipole means two equal and opposite charges. So related with this, I am defining a dipole moment. Clear? To study about this dipole, how much strength of this dipole, I am defining a dipole moment. Dipole moment representing as P. Dipole moment representing as P. I can find product of any of the charge. Product of any of the charge means magnitude wise these two are same, right? So product of any of the charge into its separation distance. This is dipole moment. Dipole moment is product of any of the charge into
separation distance. It's a vector quantity. Dipole moment is a vector quantity directed from negative charge to positive charge. From negative charge to positive charge. It is a vector quantity direction or directed from negative charge to positive charge. Basic dipole two equal and opposite charges separated by a small distance is called dipole. Then associated with dipoles we can define dipole moment. Dipole moment is a vector quantity. We can define as product of any of the charge into separation distance. Clear? Clear? Chemistry is useful. You are remembering anything about that? Where you are studying? Leo. Very good. Chemistry polar molecules, non-polar molecules. Electronegativity high electronegativity electrons charges separate electrons oxygen nitrogen molecules electrons maximum attract other side of the opposite charge equal and opposite charges separated by a small distance. This distance is very small in case of chemical molecules, right? That is in the range of picometer. Clear? This much ideas. 3 idea clear already. നമുക്ക് ബാക്കി ഇതിന്റെ ബേസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇത്രയൊക്കെ നമ്മൾ dipole moment Q12 directed from negative charge to positive charge. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും ക്ലിയർ ആണെങ്കിൽ ബാക്കി നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് പറക്കി വെച്ച് നമ്മൾ പോകും. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഫിസിക്സ് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെ പറ്റി പഠിക്കണം. അത് എനിക്ക് പഠിക്കുന്നുണ്ട്. First, I want to study about what is the electric field produced by this dipole on an axial point. Sure question ആയിരിക്കും. നിങ്ങളുടെ ഒരു ബോർഡ് എക്സാം ആയിരുന്നാലും കോമ്പറ്റേറ്റീവ് എക്സാം പോയിട്ട് ഫീൽഡ് ആയിരുന്നാലും ഡൈപോൾ മൂവ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ഡൈപോൾ മൂവ്മെൻറ്റിൻ്റെ ഡെറിവേഷൻ അത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കും, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പഠിക്കേണ്ടത് electric field due to dipole at its axial point. Due to dipole at its axial point. അപ്പോൾ എനിക്ക് എന്താ ഒരു ഡൈപോൾ വരയ്ക്കുന്നത്? ഒരു ചാർജ് ഒരു പ്ലസ് ചാർജ് മാഗ്നിറ്റ്യൂഡ് സെയിം അതിലാണ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് 2l. Now I am marking a point. എനിക്ക് ഇവിടെ ഇതിന്റെ ഫീൽഡ് എന്താണെന്ന് അറിയാം. My observation point C. I want to study or I want to find what is the net electric field due to this arrangement at this point. Clear or not? അതിന് വേണ്ടിയിട്ട് ഇതെന്താ സെൻട്രൽ ഡൈപോളിന്റെ സെൻട്രൽ എടുത്തല്ലോ. ആ സെൻട്രൽ ഞാൻ ഒന്ന് മാറും. ഇത് സെന്റർ ഓഫ് ദ ഡൈപോൾ. ഫ്രം ദ സെന്റർ the point is at a distance of x meter or x centimeter. At a distance of x from the center of dipole, it is at a distance of x. Clear ആണ്? അപ്പോൾ ഈ പോയിന്റ് ഞാൻ വന്ന് നിന്ന് നോക്കുമ്പോൾ സ്റ്റാൻഡിങ് അറ്റ് ദിസ് പോയിന്റ് ഞാൻ നോക്കി എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ. എന്തൊക്കെ ഉണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണം. because charge is there, electric field is there. Here two charges there, right? So two charge will contribute electric field. We studied in the last class. Electric field is a vector quantity. അപ്പോൾ എന്താണ് ഇതിന്റെ റിസൾട്ടന്റ് ഉണ്ടാവുന്നത്?
There should be a resultant electric field. We want to find that. Clear? First plus Q charge. Plus Q charge at this point. From this plus Q charge, electric field will produce. From plus Q charge, electric field are going away from the charge, right? A plus Q charge, electric fields are going away from the charge. So from this charge, electric fields are going away. Right? So at this point C, electric field due to this plus Q charge. At this point C, electric field due to plus Q charge will be away from the point, or this is electric field due to plus Q charge. Clear or not? അപ്പോൾ minus Q charge. Minus Q charge here. In the minus Q charge, electric field are towards the charge. Electric field is like this, towards the charge. On that diagram we already studied, so I hope you all know. Right. So here electric field will be like this direction. That is E due to minus Q. Clear on direction? Clear. Then look once. Here I have this arrow mark is a little bit higher. This arrow, I put arrow mark a little bit lower. Can you guess why? What is arrow mark represented in a vector? Magnitude, right? Good figure. Magnitude. Here magnitude is higher. Here magnitude is lower. Why? Due to minus Q charge, electric field at this point is lower. Why? What is electric field? What is the equation of electric field? E is equal to K Q by R square. R is separation distance from the charge. So from the minus Q charge, this point is far away, right? When this quantity is increasing, electric field will decrease. So from the minus Q charge, R is very high. So electric field due to this minus Q charge at C will be less. Clear or not? That's why I put this RMR less. Clear or not? Clear. Then next step, what I should write? Electric field of plus Q charge and minus Q charge. For that, what I need? Charge is there. This is air on free space on. K constant 1 by 4 pi epsilon 0. Then distance. Next we want distance. So what is the distance from plus Q charge to this point C? Any idea? From the center to X. This is 2L. So this will be L. This will be L. Right? Now we say what is the distance? Right. From this distance is X minus. Now can you say why I put 2L instead of L? Any idea? Anyone know? Why I put? If I am taking L, when I am putting the center, I have to take L by 2, L by 2. Here X minus L by 2. That is a during the derivation, to avoid that complication or some extra steps, I am just taking 2L. So when I am taking L by 2, it will be L. We can easily carry out our derivation for our expression. That's why I do. Then, that's all right. Then, electric field due to plus Q charge 10. 1 by 4 pi epsilon 0, that is K Q divided X minus L. Clear or not? Then electric field due to minus Q charge. One by 4 epsilon 0 Q by X Q by what is this distance? Up to here it's X, but my charge is here. So this distance is X
plus e2. Clear ആണോ? എന്താ വരും? x plus l the whole square. Right? Any doubts? Now electric field is a vector quantity. Electric field is a vector quantity. I want to find net electric field. Net electric field. These two are vector quantity and between 180 degrees. So here the net resultant will be E plus minus E due to plus Q plus minus of E due to minus Q. So E net will be E due to plus Q charge. That direction I am taking positive plus minus of E due to minus Q. Direction is opposite. So E due to plus Q minus E due to minus Q. Clear ആയോ? ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോകും. ഈ 1/4 ഞാൻ ക്ലിയർ ആണ്. ഓക്കെ, ക്യൂ ബൈ എന്താണ് പ്ലസ് ക്യൂ എക്സ് മൈനസ് എൽ സ്ക്വയർ മൈനസ് കെ ക്യൂ എക്സ് പ്ലസ് എൽ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? എഴുതിയിട്ടേ നിങ്ങൾ നോട്ട്സിൻ്റെ കൂടെ എഴുതിക്കോ. അപ്പോൾ ഇനി എന്താ ഈ നെറ്റ് കഴിഞ്ഞു, ഫിസിക്സ് കഴിഞ്ഞു, ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് ഇവിടെ കഴിഞ്ഞു. ഇനി എന്താ മാത്തമാറ്റിക് ഓപ്പറേഷൻ. കേക്ക് പോകുന്നു, നിങ്ങൾ സ്പീഡിൽ സ്റ്റെപ്സ് എഴുതി നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒരു ഫൈനൽ സ്പീഡ് കിട്ടുകയും നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റുകയും ചെയ്യും. നിങ്ങളിവിടെ എഴുതുമ്പോൾ ഒന്ന് പഠിക്കും, വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് പഠിക്കും. ഇപ്പോഴേക്കും നിങ്ങളുടെ ക്ലിയർ ആണ്. ഇനി എന്താ 1 മൈനസ് എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയർ മൈനസ് 1/x പ്ലസ് എൽ ഹോൾ സ്ക്വയർ. കോമൺ ആ കേയിൽ എന്തെങ്കിലും സ്റ്റെപ്പ് ഡൗൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചോദിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യണം, സാറെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ നാണിക്കുള്ളൂ അങ്ങനെ ഒന്നും വിചാരിക്കണം. ഞാനും കുറച്ച് അവിടെ നിൽക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. അല്ല അതല്ല, നിങ്ങൾ അതുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചെറുതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അത് മറ്റുള്ളവരെ വിചാരിക്കും അങ്ങനെയുള്ള വിചാരമൊന്നും വേണം. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ ഡൗട്ട് ചിലപ്പോൾ കാണും. പഠിക്കുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഡൗട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് എന്താ പല കൺസെപ്റ്റുകളും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നു. പിന്നെ ഞാൻ ചോദിച്ചു, ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ അപ്പോഴല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഡൗട്ട് വരുമ്പോൾ ചോദിക്കും. പക്ഷേ അതിനെക്കാട്ടി നല്ലത് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കും. പക്ഷെ ആ ഡൗട്ട് എപ്പോൾ ഡൗട്ട് ഉണ്ടായാലും അത് വെച്ചേക്കരുത്, ക്ലിയർ ചെയ്തിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഹാപ്പിയാണ്. എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായാലും അതെനിക്ക് ക്ലിയർ ചെയ്യും. ഒന്നെങ്കിൽ ഞാൻ ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് നോക്കും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. എൻ്റെ ടീച്ചേഴ്സിനോട് ഞാൻ എപ്പോഴും മെസ്സേജ് അയച്ച് ഞാൻ ചോദിക്കാറുണ്ട്, സാർ എന്താണ് ഇങ്ങനെ. ചിലപ്പോൾ ഹയർ ഫിസിക്സിലൊക്കെ എനിക്ക് ഡൗട്ട് വരും, കൊണ്ട മെക്കാനിക്സ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചോദിക്കും, സാർ എന്താണ് ഈ ഡൗട്ട്. അവർ കറക്റ്റായിട്ട് ആ സമയത്ത് എന്ത് ചെയ്യും അത് എനിക്കത് വിശ്വാസമുള്ളത് എനിക്ക് തരുമെന്നാണ്. അപ്പം കെ ക്യൂ 1 മൈനസ് എക്സ് മൈനസ് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഡിഫറൻസ് കൺസിക്കാൻ പ്രൊസീഡ്. സോ ഐ ആം പ്രൊസീഡിംഗ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എക്സ് പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് എക്സ് മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എൽ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എൽ. ഈ സൈഡ് ക്ലിയർ ആക്കിയോ? ഈ സൈഡ് നിങ്ങൾ എഴുതി ഞാൻ റിയലൈസ് ചെയ്തോട്ടെ. എല്ലാവരും എഴുതിയല്ലോ. നമുക്ക് ഇപ്പം തീരും 2 സ്റ്റെപ്പിൽ ഈ പത്രത്തെ തീരും. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2xl പ്ലസ് എൽ സ്ക്വയർ മൈനസ് ഓഫ് ദെൻ ബ്രാക്കറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2xl പ്ലസ് എൽ സ്ക്വയർ. സോ ഈ എക്സ് സ്ക്വയർ ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ ഈ എക്സ് സ്ക്വയർ ദിസ് എക്സ് സ്ക്വയർ വിൽ ക്യാൻസൽ, റൈറ്റ്? Then here 1 plus 2xl, here this minus plus 2xl, then 1xl square, then minus l square, l square will cancel. That is the problem. Should I write full step? Okay, then we can write E due to plus q, kq x square plus 2xl plus l square. ഞാൻ മൈനസിന് ഒരുമിച്ചാക്കാൻ പറ്റും. മൈനസ്
square, right? Then minus minus plus 2xl. A step reduce ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിക്കോ, പ്രശ്നമില്ല. എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഇത്രയാണ് ഡിവൈഡ് ബൈ ഇതെന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഒരു സ്ക്വയർ അറിയത്തിലുണ്ടോ നോക്കിക്കട്ടെ, അത് രണ്ടിൽ പറയാം. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. A square minus b square. But here one extra square is there, right? A plus b whole square into a minus b whole square. So a square minus b square the whole square. A square minus b square the whole square. ഇനി എനിക്കുള്ള square പോയി, a square പോയി. ഇവനാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. K cube 4xl divided by x square minus l square. ഇത്രയും ക്ലിയർ ആയോ എവരിവൺ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആക്കി ഇവിടെ നോക്കൂ. നമ്മളൊരു ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ പഠിച്ചു. വി സ്റ്റഡി ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് P is equal to product of any of the charge into separation distance Q into 2L. Okay, if 4 there, I can split this 4 into 2 into 2. Here Q is there, 2 is there, 1 L is there. So I can take this quantity as T, right? So I am then remaining 2 and this constant K, P. These are the quantity. Divide by x square minus L square. This is one expression for net electric field due to a dipole at its axial point. Net electric field due to a dipole at its axial point. Clear? This is one expression. Physically, when we are comparing this dipole, physically, this length, dipole length, this L or 12 length, is very very small as compared to this our observing point, right? Dipole length is very very small compared to our observation point. That is x is very very greater than L. L is very small. If you want a physical interpretation, just assume a molecule. What is mode length? In picometer range, right? It is 10 to the power minus 10. So 10 to the power minus 10 either centimeter range ആണെങ്കിലും അതിൻ്റെ വളരെ സ്മാൾ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്വയറിൻ്റെ എടുക്കുമ്പോൾ എന്താവും? 10 to the power minus 10 സ്ക്വയർ 10 to the power minus 20 അത് വീണ്ടും സ്മാളാണ്. അപ്പോൾ എന്താ ഇതൊരു നെഗ്ലിജിബിൾ ആണ്. There is no much more influence even if you are keeping the here, right? So I can neglect this L square. I can neglect. Oh, here one square is there. Sorry for my mistake. L square. To here L square. Why no one is pointing out? Okay, L square minus L square the whole square. P x square. If I am neglecting this x square, this term is going to be 0. Then remaining is x square. X square the whole raised to 4. So my expression will be E net will be equal to 2kp. Here what x is there? What mistakes? X raised to 4. It's easier to write. Sorry, x is more cancellation. Cancellation. But then what is the meaning? 2kp by x cube. That is my E net. Net electric field due to a dipole at its axial point is for a small dipole. 2kp by x cube. 2kp by x cube. Electric field due to a small dipole at its axial point from x meter or x distance from the center of dipole is 2kp by x cube. 2kp by x cube.
Can you guess what is the direction of this electric field? Which is having higher magnitude, that will be direction. That is away from the point, right? This positive charge. What is the direction of dipole moment? From negative charge to positive charge. This is negative charge, right? From negative charge to positive charge. This direction. Same net electric field also same direction, right? One more point. In an axial field, net electric field is in the same direction of dipole moment. It's in the same direction of dipole moment. In an axial point, net electric field is in the same direction of dipole moment. Clear ആണോ? ഇതെന്റെ പോയിന്റ്. ആ ലാസ്റ്റ് ചെയ്ത പോയിന്റ് കൂടെ എഴുതി വെച്ചോളെ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കൂടെ നോട്ട് ചെയ്തോളെ. In an axial point, the net electric field is in the same direction of dipole moment. Clear ആണോ? ഇത്രയും നോട്ട് ചെയ്തേ. ഇത്രയൊക്കെയാണോ? അപ്പോൾ ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നമ്മൾ ഒരു ഡയറക്ഷനിലൂടെ പഠിച്ചു. പിന്നെ നമുക്ക് ഇനിയുള്ളത് ഇക്വിറ്റോറിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈൻ മീൻസ് പെർപെൻഡിക്കുലർ ടു ഡൈപോൾ. ഓക്കെ, ഇത്രയും പേരാണോ? എങ്കിൽ ഇക്വിറ്റോറിയലുള്ളത് നിങ്ങൾ തനിയെ പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്തേക്കുള്ളൂ. നിങ്ങൾ എനിക്ക് ഡയറക്ഷൻ പറഞ്ഞു തരണം എങ്ങനെ ചെയ്യണമെന്ന്. ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതുവരെ ചെയ്തോട്ടെ. ഒരു പാട്ട് എങ്ങനെയോ വായി കിട്ടി, പക്ഷെ അതിലൊരു അടുത്ത ഹെഡിങ് എന്താ? ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അറ്റ് എനിക്ക് ഇത്രയും വായിച്ചാൽ മതി, പക്ഷെ നിങ്ങൾ ഫുള്ള് വായിക്കണം. അറ്റ് ഇക്വിറ്റോറിയൽ ലൈൻ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ തനിയെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് എന്താ വേണ്ടത്? ഒരു മൈനസ് ക്യൂ ചാർജ്, ഒരു പ്ലസ് ക്യൂ ചാർജ്. മൈനസ് ക്യൂ ഇവിടെ തന്നെ എടുക്കണമെന്നില്ല. which location you can choose. According to that, your derivation will change. That's it. Minus q plus q. Separation distance. Separation distance 12. This is center O. From the center of O, I am considering a point x distance away from. Now this is my x. From the center of dipole, the distance of x. That clear. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഈ പോയിന്റ് ഒബ്സർവേഷൻ പോയിന്റ് സീൽ വന്നു. നമ്മളെല്ലാവരും സീ വന്നിങ്ങനെ നോക്കുക ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്. എന്താണ് നടക്കാൻ പോകുന്നത്? ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, റൈറ്റ്, ഡ്യൂ ടു ദീസ് ടു ചാർജ്. ഈ സ്പേസിൽ എവിടെ ചാർജ് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ നോക്കുന്നുണ്ട്. ഒന്ന് മൈനസ് ചാർജ്, ഒന്ന് പ്ലസ് ചാർജ്. വൺ ഈസ് നെഗറ്റീവ് ചാർജ്, വൺ ഈസ് പോസിറ്റീവ് ചാർജ്. ഇവിടെ നോക്കിയപ്പോൾ due to this negative charge, due to this negative charge, electric field is going towards the charge, right, through radial direction. Okay, this is the direction. E due to minus q from the point towards the charge. അതൊക്കെയാണ്. പിന്നെ ഇവിടെ നോക്കി സി നിന്ന് പോസിറ്റീവ് ചാർജിൽ ഇങ്ങനെ നോക്കി. അപ്പോൾ എന്താ, പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് വരും. ഫ്രം ദ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് away. So this is the direction, right? C. ഇത് പോയിന്റ് സി ആണ്. ഇത് ടു പ്ലസ് ടു.
ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എങ്ങനെയാണ് ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ എടുത്തിരുന്നത്? ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയാൽ മതി, ബാക്കി നമുക്ക് ചെയ്യാം. നമ്മൾ വെക്ടറിനെ പറ്റി കയ്യിലിട്ട് അമ്മാനം ആടിയതാണ് റിസൾട്ട് അല്ലേ? വെക്ടറിൻ്റെ എന്ത് കാര്യങ്ങളും നിങ്ങൾ എടുക്കില്ല. ആ എഴുതുകൊണ്ട് വെക്ടർ ഞാൻ കഴിക്കാം. ആ അപ്പോൾ കുറച്ച് കാണാം. ഇപ്പോൾ എന്തായി? -2 ആയി. ഇവിടെ എന്താണ്? 2 ക്ലിയർ ആയി. ആ മേക്കിംഗ് സാധനം തീറ്റ. അവസാനം തീറ്റ എല്ലാം പോകും. തീറ്റയിലൊന്നും നമ്മൾ നടത്തുന്നില്ല. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന സാധനം. നമ്മുടെ ആരെല്ലാം എന്താ ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് 2 ചാർജ് കൊടുക്കും. എന്ത് ഇത്ര മതി. നമ്മൾ തീറ്റയെക്കാളും നമ്മൾ എടുത്ത് പറയാം. പിന്നെ എന്തിനാ ഇപ്പോൾ കൊടുത്തത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ എഫർട്ട് ഇടാൻ നമുക്കൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ്. ആ അപ്പം തീറ്റ എടുത്തു. അപ്പം ഇനി എനിക്ക് ഇത് 2 രീതി ചെയ്യാം. ഒന്ന് 2 വെക്ടറുണ്ട്. ആ വെക്ടറിൻ്റെ റിസൾട്ട് കണ്ടുപിടിച്ചാൽ മതി. റിസൾട്ട് വേണ്ടി ദിസ് ഡയറക്ഷൻ 2 വെക്ടേഴ്സ് പാരലോ ട്രയാങ്കിളോ എന്ത് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചോളൂ റിസൾട്ട്. പക്ഷെ ഞാൻ ഇത്രയും കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നില്ല. വെക്ടറിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ വേറൊരു മെത്തേഡ് പഠിച്ചാൽ കമ്പോണൻ്റ് ആക്കിയിട്ട് കണ്ടുപിടിക്കുക. നമുക്കത് മതിയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രൻസിൻ്റെ ക്ലാസ്സിലോട്ട് ഇത് നമുക്ക് ബേസിക്കാണ്. നമ്മൾ നീറ്റൊക്കെ ചെയ്യുന്ന ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ ഡൈപ്പോളിനെ പല ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യും. ഇപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് ചെയ്യുന്ന ഡൈപ്പോളാണ് നമ്മൾ പല ഡയറക്ഷനിലോട്ട് ഓറിയൻറ്റ് ചെയ്യും. അങ്ങനെ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ when we are orienting this dipole in different direction, we will follow the method componenting. We will component that dipole. So it will be better if you are studying now. For that, I am drawing this horizontal line parallel to this case, parallel to this dipole. If this angle is theta, what will be this angle? It's a vertical triangle. It's 90. This is 90 minus theta. These 2 angles total 90. So this angle will be theta. Any doubts? According to geometry, this is a common line. This length and this length will be equal because this is L, this is X. This will be square root of what is hypotenuse? Pythagoras theorem. X square plus L square. ക്ലിയർ ആണോ? എഴുതുന്നത് നിങ്ങൾ ക്ലിയർ ആണ്. ക്യാമറയിൽ ക്ലിയർ ആണോ എന്ന് സംശയമുണ്ട്. ഇത് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അത് ആഫ്റ്റർ എഡിറ്റിംഗ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇത് ലെങ്ത് ഈക്വലാണ്, ഈ ലെങ്ത് സെയിം ആണ്, ഇത് കോമൺ ആണ്. ഇതെന്നാ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ച് according to from the property of this triangle, you can take this angle also theta. If this angle is theta, this will be 90 minus theta. Drawing a line. This is 90 minus theta. This will be opposite side. This is 90 minus theta. This will be this angle 90 minus theta. So obviously this angle will be theta, right? These are perpendicular. Here I am not writing on my thing. I am just explaining. These 2 are theta. This will be 90 minus theta. This is opposite side, opposite angle. So this will be 90 minus theta. If this is 90 minus theta, this will be theta. Here geometry. 9th class, 10th class പഠിച്ചത്. അല്ലേ മാത്സ്? അല്ലെ നിങ്ങൾ 9th 10th നിങ്ങൾ അനിയന്മാരോ അനിയത്തിമാരോ അതിലൊക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് എടുത്തിട്ട് പഠിക്കും. പഠിക്കാനാണ് പറഞ്ഞത്. നിങ്ങളെ അവരെ പഠിപ്പിക്കാനൊന്നും ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ പഠിച്ചോളാം. ഇല്ല പഠിക്കുന്നതിന് അങ്ങനെ നാണക്കില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും പഠിക്കുന്നതിന് നിങ്ങൾ നാണക്കില്ല. ഇപ്പോഴാണ് നിങ്ങൾ 9th പുസ്തകം പഠിക്കാം, 6th പുസ്തകം പഠിക്കാം, 6th ക്ലാസ്സിൻ്റെ മനസ്സിലാക്കി അപ്പം പഠിക്കാം. പഠിക്കുന്നതിന് പ്രായം, പഠിക്കുന്നതിന് പ്രായമല്ല, മറ്റുന്നതിനും പ്രായം. നിങ്ങളും പ്രായമായിരുന്നു, ഞാനും. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും. പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്നതിനൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. പഠിക്കുന്ന ഒരു കഷ്ടപ്പാടായിട്ട് കാണും. ഒരിക്കലും നിങ്ങൾ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചോണ്ട് പഠിക്കണം. പഠിച്ചാൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടെ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കണം. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഫീൽഡിലോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് പഠിപ്പിക്കണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിലുള്ള വിദ്യാർത്ഥികളോട് സംവാദിക്കണം, അല്ലെങ്കിൽ എന്നെ
എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു മോട്ടിവേഷൻ എനിക്കൊന്നിനും നല്ലതാവുന്നുണ്ട്. അവരിൽ അല്ലെങ്കിൽ അങ്ങനെ ആവണം ടീച്ചേഴ്സ്. എങ്ങനെ ആവരുതെന്നും പഠിക്കും, എങ്ങനെ ആവണമെന്നും പഠിക്കും. അങ്ങനെ വന്നതുകൊണ്ട് ടീച്ചിങ് ഫീൽഡ് എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു വന്നു. അപ്പോൾ അത് എൻജോയ് ചെയ്ത് നോക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ മുഖത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല. കാരണം എനിക്ക് പറ്റാതായത് എനിക്ക് കിട്ടാനത് നിങ്ങൾക്ക് കിട്ടണം. അതേ എൻ്റെ മനസ്സിലാവും കേട്ടോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പേടിക്കും. അതല്ല, എനിക്ക് മാക്സിമം ഒരു ദിവസം അതിനപ്പുറത്തേക്ക് ആ ഡൗട്ട് ഞാൻ വെച്ചെടുത്തില്ല. ക്ലിയർ ചെയ്ത് വന്നിരിക്കും. ഇപ്പം എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്, ഞാൻ ഈ ചോക്കും ബോർഡ് ഉപയോഗിച്ച് പഠിക്കുന്നത്, വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്മാർട്ട് ബോർഡ് ഉപയോഗിച്ച് പഠിക്കുന്നത് കണ്ടന്റ് സെയിം ആണ് അല്ലേ? അപ്പം എൻ്റെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്ന എൻ്റെ വിദ്യാർത്ഥികൾക്ക് മാക്സിമം കണ്ടന്റ് കിട്ടുക. ആ ഒറ്റമേ എനിക്കുള്ളൂ. മാക്സിമം അവർക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഇത് പഠിച്ചാൽ മറ്റൊരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് നിങ്ങൾ ഇതൊരു താഴ്ന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലെങ്കിൽ ഇവിടെ പഠിച്ചാൽ ഇങ്ങനെ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇവിടെ കിട്ടുമ്പോൾ ഒരു ലൈൻ പോലും കുറയരുത്. ലൈൻ പോലും കുറയരുത്. അതുപോലെ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം അനുഭവിച്ചാൽ ഞാൻ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ട് ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ ബോറിംഗ് ആയിട്ട് തോന്നുന്നു. ഇല്ലല്ലോ, ഇതുവരെ കുഴപ്പമില്ലല്ലോ. ഇനി കുഴപ്പമില്ല. നിങ്ങൾ ഈ ചാപ്റ്റർ മാനേജ് ചെയ്താൽ ഞാൻ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ +2 ഫസ്റ്റ് വോളിയം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഈസി ആയിരുന്നു. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെങ്കിൽ +2 ഫസ്റ്റ് വോളിയം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത് കിട്ടും. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക്സൊക്കെ നമുക്ക് എടുക്കാമോ? അത് പറഞ്ഞു കണ്ടന്റ് +2 ചാർജ് -2 ചാർജ്. അപ്പോൾ എന്താ നമ്മൾ വെക്ടറുകളുണ്ട്. ഞാൻ കമ്പോണൻ്റ് ആക്കാം. ഇവിടെ -2 ചാർജ് ആദ്യം എക്സ്പ്രഷൻ എഴുതി നോക്കി. -2 ചാർജ് 1/4πε0 cube. What is separation distance? X ആണോ? അല്ലല്ലോ. X അല്ല. Square root of x square plus L square the whole square. ഇതാണല്ലോ. Then write electricity law +2 charge. ഇത് 1/4πε0 cube. What is that separation distance? Same. Square root of x square plus L square whole square. Magnitude wise these two are same. Direction wise are some change, but magnitude wise these two are same. Clear ആണോ? പിന്നെ എന്ത് ചെയ്യാം? കമ്പോണൻ്റ് ആണ്. അല്ലെങ്കിൽ നോക്കാം, ഒന്ന് ഡയറക്ഷൻ ഈ ഒരു ആംഗിൾ എടുക്കാം. ഈ തീറ്റ എടുക്കുമ്പോൾ -2 ഈ കമ്പോണൻ്റ് ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഈ -2 cos തീറ്റ അല്ല, എൻ്റെ വെക്ടർ റിസോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലേ. ഇതിൻ്റെ വെക്ടർ കമ്പോണൻ്റ് എങ്ങോട്ട് വരും? നേരെ അവിടെ വരത്തില്ലേ? ഇതായിരിക്കും -2 sin തീറ്റ. ക്ലിയർ ആണോ? ഇനി ഈ വെക്ടർ ഈ +2 നോക്കുമ്പോൾ ഈ ആംഗിൾ വെച്ച് എടുക്കാം. ഈ ആംഗിൾ വെച്ച് റിസോൾവ് ചെയ്യാൻ നോക്കും. ഈ ആംഗിൾ വെച്ച് റിസോൾവ് ചെയ്യുമ്പോൾ ഇതെന്തോ ഇതിൻ്റെ കോസ് കമ്പോണൻ്റ് ആകുന്നത് ഈ +q cos θ ആയിരിക്കും. ഇതിൻ്റെ സൈൻ കമ്പോണൻ്റ് വെർട്ടിക്കൽ കമ്പോണൻ്റ് എങ്ങോട്ട് വരും? നേരെ വരും. ഈ +q sin θ നേരെ മേപ്പോട്ട്, പക്ഷേ ഈ -2 sin θ നേരെ താഴോട്ട്. ഇങ്ങനെ മേലോട്ട് ഒന്ന് വരയ്ക്കുവാണ്. സ്ഥലപരിമിതിയില്ല. ഡയഗ്രത്തിൻ്റെ പ്രശ്നം. ഈ +q sin θ നേരെ മേപ്പോട്ട്. ഇതാണ് എൻ്റെ ഒബ്സർവ് ചെയ്യുന്നത്. സെയിം ക്വാണ്ടിറ്റി ഈ -2 sin θ നേരെ താഴോട്ട്. ബിക്കോസ് മാഗ്നിറ്റ്യൂഡ് ദീസ് ടു ആർ സെയിം. ഈ +q ഈ -q എന്താ? സെയിം അല്ലേ?
ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഈ പോയിന്റ് നമുക്ക് നേരെ നേരെ താപ്പോണം, രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യത്തില്ലേ? ആ, അപ്പോൾ എന്താ ഇത് നമുക്ക് ഈ വെർട്ടിക്കൽ കമ്പോണന്റ് കൺസിഡർ ചെയ്യണ്ട. വി ഡോണ്ട് വാണ്ട് ടു കൺസിഡർ ദ വെർട്ടിക്കൽ കമ്പോണന്റ്. ക്ലിയർ? ബിക്കോസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? വാട്ട് വി ഹാവ് ടു കൺസിഡർ ഹിയർ? ഓൺലി ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ക്ലിയർ ആയല്ലോ? ഈ മൈനസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ ഓൺലി ഇലക്ട്രിക് ഫീൽഡ് ഈ നെറ്റ് only the net electric field is in the horizontal direction, that is E of minus q cos theta plus E of minus q sin theta. Clear ആയോ? ഇത് രണ്ടും എന്താ? മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം അല്ലേ? ഡയറക്ഷൻ വൈസ് ഇപ്പോൾ സെയിം ആയി. രണ്ടും ഈ ലെഫ്റ്റിലോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം 2 minus q plus 2. These two consider I can take E 2e cos theta. Clear ആയോ? അപ്പോൾ ഇനി എന്തോ നമ്മൾ എക്സ്ട്രാ കൊടുത്ത ഈ cos theta, ഈ cos theta എനിക്ക് കളയണം. അപ്പോൾ ഞാൻ നോക്കി ഈ ട്രയാങ്കിൾ, ഐ ആം ലുക്കിംഗ് അറ്റ് ദിസ് ട്രയാങ്കിൾ. cos theta എടുത്തപ്പോൾ എന്താ തോന്നുന്നു? cos theta എടുത്തപ്പോൾ ഒന്നും വന്നില്ല. വന്നത് എന്താണ്? cos theta is adjacent side by hypotenuse. L by square root of s square plus l square. Clear ആയോ? ഇനി ഇത് നേരെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു കൊടുത്താൽ പരിപാടി മറ്റേ എത്രയും പാടില്ല. ഈ കമ്പോണന്റ് ഈസ് ഈക്വൽ E net is equal to 2e into L by square root of x square plus l square. Clear ആയോ? ഇത്രയും എനിക്ക് മേൽ കുറച്ച് സ്പേസ് വേണം, അതുകൊണ്ടാണ്. എഴുതു കുട്ടികളെ സ്പീഡിലൊക്കെ എഴുത്. ഇങ്ങനെ മടിച്ചിരുന്നാലോ? ഈ സൈഡ് പേപ്പർ എഴുതി കഴിഞ്ഞു. കൂടെ എഴുതാൻ നോക്കാം, അതിൽ ടൈം ഇങ്ങനെ പോകില്ല. പാട്ട് പാടാൻ അറിയാമല്ലോ? ആ ഒരു കഴിവ് മാത്രമല്ല, പാട്ട് പാടാനും കഴിയില്ല, വരയ്ക്കാനും കഴിയില്ല. എനിക്ക് ഭയങ്കര അത് രണ്ടും ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്നവരെ വരയ്ക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം രണ്ടും എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കിയെല്ലാം പറ്റുന്നല്ല, എങ്കിലും ഇത് രണ്ടും അങ്ങനെയുള്ള ടാലൻ്റ് ജീവിതം ഉണ്ടോ എന്ന് നോക്കാനുള്ള ശ്രമിച്ചതുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചെറിയ ടാലൻ്റ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് അത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ പാട്ടോ ചിത്രരചനയോ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും വെക്കുന്നുണ്ട്. പാടുവിടാറുണ്ട്. പാടുന്നല്ല ഞാനിതും കൂടെ വായിക്കും. ഈ സ്റ്റെപ്പ് മാത്രം മതി. ഈ നെറ്റ് തുറന്നു. ഈ നെറ്റ് ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ സ്പേസ് എടുക്കുന്നത് വെച്ചാൽ ക്യാമറ കാരണം ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം ക്യാമറയിൽ രണ്ട് സ്പോട്ട് ബ്ലറായി ഹൈ ഇൻറ്റൻസിറ്റിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ക്യാമറയാണ് ഇവിടെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നെറ്റ് ഈസ് ഈക്വൽ ടു 2e into cos theta ടൈം L square root of x square plus l square. എന്തായാലും ഞാൻ മാറ്റി പറഞ്ഞെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? K is 1/4π/0 q by square root of x square plus l square the whole square into L by x square plus square root of x square plus l square. Square root of x square plus l square. ഇതെന്തോ ഈ സ്ക്വയർ ഇങ്ങോട്ട് ഗുണം പോകും. പിന്നെന്തോ x square plus l square all raised to
1. ഇതെന്തായി x square plus l square raised to 1 by 2. 1 plus 1 by 2 a raised to m into a raised to n. That is a raised to m plus n. ഇതും വേണ്ട. അപ്പോൾ നിങ്ങളെ ഞാൻ 9 വരെ പഠിപ്പിക്കും. ഇതിനെ ഞാൻ ചെയ്യുന്നത് ചെയ്യുവാണ്. k ആയിട്ട് പിന്നെ ഒരു 2 ഉണ്ട്, q ഉണ്ട്, ഒരു n ഉണ്ട്. ഇപ്പോഴത്തേക്ക് കത്തി എഴുതണം ഇല്ലയോ? അങ്ങനെ കത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ഡേ കാണണം, അതിനെ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ പോയാൽ ആ ശരിയെന്ന് നമുക്ക് തോന്നണം. ഇതെന്തുവായി? x square plus l square the whole raised to 3 by 2. സംഗതി നമുക്ക് ചെയ്യാം. 10. ഇതിനെ ചെറിയൊരു സ്ഥാനത്ത് k into 2q. ഇതിനെ പറഞ്ഞു ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. k p നന്ദി k p കിട്ടിയാൽ കിട്ടി പോയാൽ x square plus l square the whole raised to 3 by 2. ഇതൊരു എക്സ്പ്രഷനാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് വെച്ചാൽ നമ്മുടെ എൻട്രൻസിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്റ്റെപ്പ് അവിടെ വരും. നമ്മൾ ലാസ്റ്റ് എക്സ്പ്രഷൻ മാത്രം പഠിച്ചു വെച്ചാൽ ഒരു സ്പെഷ്യൽ കേസ് വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ പിന്നെ ഡെറിവേഷൻ ആദ്യം വരും. അപ്പം ഇത് പഠിച്ചിട്ട് അപ്രോക്സിമേഷനിലോട്ട് പോകുന്നതായിരിക്കും. ഞാൻ പലയിടത്തും കണ്ടുണ്ട് അവസാന എക്സ്പ്രഷൻ മാത്രം പഠിച്ചത്. ബോർഡിനകത്ത് ബോർഡ് എക്സാമിന് ഞാൻ ഇത് എൻ്റെ ഒരു സാധനം പഠിച്ചത് ഇങ്ങനെ വരയ്ക്കും. പിന്നെ ഇത് നമ്മൾ അവസാനം എന്തായിരുന്നു അവിടെ ചെയ്തത്? അപ്രോക്സിമേഷൻ. നമ്മുടെ ഒരു ഡൈപോൾ കമ്പയറിംഗ് ടു ദിസ് എക്സ് ഡിസ്റ്റൻസ്, ദിസ് ഡൈപോൾ ലെങ്ത് ഈസ് വെരി സ്മാൾ compared to x. When you are comparing this dipole length with the x, x അല്ല ഇത് ഡൈപോൾ ലെങ്ത്. ഈ ഡൈപോൾ ലെങ്ത് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ എക്സ് എന്താ വളരെ വലുതാണ്. എക്സ് വളരെ വലുതാകുമ്പോൾ എന്താ? എൽ എന്തായി? ചെറുതായി. എൽ ചെറുതായപ്പോൾ എന്തായി? എൽ സ്ക്വയർ അതിനെക്കാട്ടും ചെറുതായി. അപ്പോൾ വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഈ എൽ സ്ക്വയറിനെ ഞാൻ നെഗ്ലക്ട് ചെയ്യും. 0 അപ്പോൾ എന്തായി? കെ പി ഈ നെറ്റ് കെ പി എന്ന് നോക്കുന്നു. റിമൈനിങ് എക്സ് സ്ക്വയറിന് നോക്കുന്നു ഹോൾ റേസ് ടു 3 by 2 ആണ്. എല്ലാവരും ഞാൻ 9ാം ക്ലാസ്സിലോട്ട് പറഞ്ഞിടാൻ പോവാണ്. എ റേസ് ടു എം റേസ് ടു എൻ, എ റേസ് ടു എം എം എൻ 2 ക്യാൻസലായി പോയല്ലോ. ഈ നെറ്റ് എന്ന് പറയുന്ന സാധനം കെ പി ബൈ വാട്ട് ഈസ് റിമൈനിങ് ദാറ്റ് എക്സ് ക്യൂബ്. ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്മോൾ ഡൈപോൾ ഓൺ ഇറ്റ്സ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഈ ഒരു പോയിന്റ് ഇതിനോട് താഴെയായി ഈ എക്സ് മാറും. ഇതിനോട് താഴെയായത് എക്സ് മാറും. ക്ലിയർ? ഇതാണ് ഒരു ഫൈനൽ. പിന്നെ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത്, ലാസ്റ്റ് വൺ മോർ പോയിന്റ്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ ഫീൽഡ് ഫ്രം -2 to -2 to +2? What is the direction of the electric field? Towards the left direction, right? This is the direction, right? Dipole is this direction, but electric field is this direction. So you can write net electric field on an equatorial plane is opposite to dipole moment. Net electric field on an equatorial plane is opposite to dipole moment. That 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 is opposite
Where the electric field is opposite to dipole moment. Dipole moment is from -2 to +2, the opposite. Same thing will happen if you are taking +2 here, -2 there. Same result will get. Direction will be changed. No changes. So, ഇത്ര നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. അത്ര ഓക്കെ ആണ്. നമുക്ക് അടുത്ത ബ്രേക്കിന് ശേഷം എടുക്കാം. ഇത്ര ഓക്കെ ആണ്. ശ്രദ്ധിക്കുന്നല്ലോ. ഇത് ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. കൂളം ലോ തൊട്ട് ഇലക്ട്രിക് ഫീൽഡ് തൊട്ട് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് സം ബോഡീസ് നമ്മൾ പഠിച്ചു, റിങ്ങൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഡൈപോൾ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. ഇവിടെ ഇത്രയായി. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഒന്ന് കൂളംസ് ലോ എന്നാണ്, ഒന്ന് ഗോസ് ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചാണ്. പേടിക്കാതെ ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ സിമ്പിളല്ലേ. അപ്പോൾ അത് സിമ്പിളാണ്. ഇല്ലാണ്ട് അവിടെ പറയാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ബ്രേക്കിന് യു ക്യാൻ മീറ്റ് with another topic.